ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം നമ്മൾ വേണ്ട അരി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ അരിയാണ് എടുത്തത്. പിന്നെ അതിന് വേണ്ട വെള്ളം, അതായത് ഇരട്ടി വെള്ളം, 2 ലിറ്റർ വെള്ളം അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിയൊക്കെ കഴുകിയ ശേഷം ഇതുപോലെ ഉരുളി വെച്ച് നെയ്യ് ഒഴിച്ചിട്ട് സ്പൈസ് ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മുടെ അരിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന പോലെ മതി. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അരി ഇങ്ങനെ പൊലിഞ്ഞ് കുറച്ച് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അരി ഇനി അവിടെ കിടന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണികളും കൂടി തീർക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം. സിമ്മിൽ വേവിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ നിന്ന് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇത് ചേച്ചിയുടെ മോനാണ്. അങ്ങനെ നമ്മളെല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് ഇതുപോലെ പച്ചക്കറി മുറിക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ സവോള ഇതുപോലെ നീളത്തിലും തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പം അതിനുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ താരം. നമ്മുടെ മഷ്റൂം ഇവിടെ നന്നായിട്ട് കഴുകി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും റെഡിയായി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അതിനുവേണ്ടി പാൻ വെച്ച് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ച സവോള പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം കേട്ടോ. ഇതിൽ നമ്മൾ ഒട്ടും ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സവോളയൊക്കെ ഒന്ന് വാടി വരാൻ കുറച്ച് ടൈം എടുക്കും. അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വഴിച്ചെടുക്കുക കേട്ടോ. നമ്മളിട്ട മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂമും ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മഷ്റൂം തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത ശേഷം മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടോ. ഈ സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ച് വലിയ പാത്രം എടുത്ത് അതിലും മസാലയും നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച റൈസും ഒക്കെ ലെയറായി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കുറച്ച് സമയം അടച്ചു വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട സലാഡും അതുപോലെ പപ്പടമൊക്കെ ഒന്ന് കാച്ചിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ? ലാസ്റ്റ് ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. സെർവ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ പപ്പടം ഉണ്ട്. ഇനി നമുക്ക് ഇതെല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓയിലൊന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.